പാർട്ടിൽ ലൂപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 2 ലൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. അതിൽ വൈൽ ലൂപ്പിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായുള്ള ആപ്ലിക്കേഷൻസ് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നറിയാം. ഞാൻ ഐഡിയിൽ ഇതാ ഇവിടെ സെർച്ച് ചെയ്തെടുത്തു. ഓക്കെ, സിമ്പിളാണ്, നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ്. ഇവിടെയല്ല നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് കുറേ ലൈൻസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫയലിൽ ന്യൂ ഫയൽ എടുക്കാം. ന്യൂ ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ കിട്ടുന്ന ഈ ഒരു എഡിറ്റർ വിൻഡോയിലായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞാൻ ഇത്രയും ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം കാര്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉള്ളത് ഹോമിലാണ്. ഞാനിവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ട് സ്റ്റുഡൻസ് വർക്ക്സ് 10 വരുന്നു. സ്റ്റുഡൻസ് വർക്ക്സ് 10 വരിക. നമ്മുടെ പൈത്തൺ എന്ന ഫോൾഡറിൻ്റെ അതിനകത്തേക്ക് വരിക. ഇവിടെ ഒരു പുതിയ പേര് കൊടുക്കാനാണ്. ഞാനിവിടെ നമ്പേഴ്സ് വൈൽ എന്ന് കൊടുത്തു. ഒന്നുമില്ല, നമ്പേഴ്സാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. .py എന്ന എക്സ്റ്റൻഷൻ ഐഡിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ .py എന്നത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അവിടെ കൊടുത്തോളൂ, കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. ഇനി നമുക്കിന്ന് റൺ ചെയ്യാം. റൺ ചെയ്യാൻ നമുക്കറിയാം, എളുപ്പമാണ്. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് റൺ ചെയ്ത് കിട്ടും. ഓക്കെ, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കാം. അപ്പോൾ എന്താ, ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഒറ്റയടിക്ക് ഇവിടെ 1 മുതൽ 2, 3, 4, 5 താഴെ 100 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് കിട്ടിയേ? ആകെ നമ്മൾ ഇത്ര ലൈൻസേ കൊടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഇതാ വൈലിലേക്ക് വരാം. വൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം ലൂപ്പാണ്. വൈൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു. ഇനി നമുക്കൊരു കണ്ടീഷൻ കൊടുക്കണം. കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. കൗണ്ടിലുള്ള വാല്യൂ 100 100ൽ കുറവാണെങ്കിൽ ഇവിടെയുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെയുള്ള ബ്ലോക്ക് ഓഫ് കോഡിലേക്ക് വരണം. പ്രിന്റ് കൗണ്ടിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അത് അതേപോലെ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം, കൗണ്ടിൻ്റെ വാല്യൂ ഓരോന്നായിട്ട് ഇൻക്രിമെന്റ് കൂടി വരണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ നമ്മൾ കൗണ്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുത്തു. 0 ആണ് കൊടുത്തതെങ്കിൽ എന്താവും, തുടക്കം തന്നെ 0യിലാണ് തുടങ്ങുക. നമുക്ക് 1 മുതലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കൗണ്ട് 1 എന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ നോക്കി, കൗണ്ടിൽ എത്ര ഇപ്പോൾ ഉള്ള വാല്യൂ 1 അല്ലേ? അതെ, കൗണ്ടിലുള്ള വാല്യൂ 1 ആണ്. കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യാം. 100 100ൽ കുറവോ ആണെങ്കിൽ, കൗണ്ടിലുള്ള വാല്യൂ 1 ആണ്, അത് 100ൽ കുറവാണ് അല്ലേ? അതുകൊണ്ട് എന്തായി, നേരെ ഇതിൻ്റെ അകത്തേക്ക് കടന്നു. കൗണ്ടിൽ നിലവിലുള്ള വാല്യൂ എത്രയാ 1, അത് അതേപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും. 1 എന്ന് പ്രിന്റ് ആയി. എന്നിട്ട് തൊട്ട് താഴേക്ക് വന്നു, അടുത്ത ലൈനിലേക്ക് വന്നു. അടുത്ത ലൈനിൽ ഈ കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി, കൗണ്ടിൻ്റെ വാല്യൂ 2 ആക്കി. നേരെ ഇതാ ഇവിടെ സ്റ്റോറായി. അത് 2 ആക്കി, നേരെ കൗണ്ടിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റോറായി. ലൂപ്പാണ്, തിരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് പോയി. കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു, 100 100ൽ കുറവോ. അപ്പോൾ വീണ്ടും ഇത് ട്രൂ ആണല്ലോ, കണ്ടീഷൻ ട്രൂ ആണ്, കാരണം 100നേക്കാൾ കുറവാണ് 2. വീണ്ടും താഴേക്ക് വന്നു, കൗണ്ടിൽ നിലവിലുള്ള വാല്യൂ പ്രിൻ്റായി, അതാണ് 2. എന്നിട്ട് അടുത്ത ലൈനിലേക്ക് വന്നു, കൗണ്ടിൻ്റെ വാല്യൂ കൂടി, 3 എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റോറായി. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുന്നു, ഇപ്പോൾ 3 ആണ് കൗണ്ടിൻ്റെ വാല്യൂ, അത് 100നേക്കാൾ കുറവാണ്. അങ്ങനെ ഇത് ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് ഇതിലേക്ക് ഈ ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ടായി അങ്ങനെ ലൂപ്പാണ്. എത്ര വരെ വേണം, ലാസ്റ്റ് 100 ആണ്. ഓക്കെ, അവസാനം കൗണ്ടിൻ്റെ വാല്യൂ ഇവിടെ കൂടി ലാസ്റ്റ് 100 ആവും. 100 ആവുന്ന സമയത്ത് ചെക്ക് ചെയ്യും. ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 100നേക്കാൾ കുറവോ ഈക്വൽ ടു ഇട്ടത് കൊണ്ട് തന്നെ 100ഉം ആകാം. ഓക്കെ, ഇവിടെ 100 ആയിക്കഴിഞ്ഞാൽ 100 ആണ്, അതുകൊണ്ട് ഈക്വൽ ടു ഇട്ടിട്ടുണ്ട്. അപ്പോൾ 100 ആണെങ്കിലും നമുക്ക് ട്രൂ ആണ്. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 100 എന്ന് പ്രിന്റ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്തു, 101 എന്നായി അല്ലേ? തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ 101 ആണ്, കണ്ടീഷൻ ഫോൾസ് ആയി. ബിക്കോസ് ഇവിടെ നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 100നേക്കാൾ കുറവാണ്. ഇപ്പം നമ്മുടെ കൗണ്ടിൻ്റെ വാല്യൂ 101 ആയി. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് 101 എന്ന വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് 100 വരെ നമുക്ക് പ്രിന്റ് ചെയ്തത്. ഇവിടെ നമ്മൾ 100 1000 5000 എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനനുസരിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ സംഖ്യകൾ നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതേ പ്രോഗ്രാമിനെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി പുതിയൊരു ഫയൽ എടുക്കുന്നു. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കാം. ന്യൂ ഫയൽ. ഓക്കെ, ഞാനിത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാണ്, അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക.
ജസ്റ്റ് രണ്ടേ രണ്ട് ലൈന് മാത്രമേ ഞാനിവിടെ ടൈപ്പ് ചെയ്യുള്ളൂ. ഇത് അതേപോലെ ടൈപ്പ്, ഇവിടെ കൃത്യമായിട്ട് ഇൻഡന്റേഷൻ ഒക്കെ കൊടുക്കണം കേട്ടോ. അതേപോലെ കോളൻ കൊടുക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കോളൻ ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അതൊക്കെ എറർ വരും. ഇങ്ങനെ കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, പുതിയൊരു ഫയലായിട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അൺടൈറ്റിൽ. ഓൾറെഡി സേവ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സേവ് ചെയ്യണം. ഫയലിൽ സേവ് കൊടുക്കാം. ഫയലിൽ സേവ് കൊടുക്കാം. പുതിയൊരു പേരിൽ ഞാനിവിടെ numbers_4 എന്ന് കൊടുക്കുന്നു. FR ഫോർ ലൂപ്പ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് 4 എന്ന് കൊടുത്തു. .py എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ടല്ലോ, സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. സേവ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ഫയൽ തന്നെയാണ് റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നേരത്തെ ചെയ്ത പ്രോഗ്രാം ഇവിടെ വരെയാണ്, അത് സ്റ്റോപ്പായി. അടുത്തത് കണ്ടില്ലേ, 1 മുതൽ 100 വരെ തന്നെ നമുക്ക് കിട്ടി. അതായത് ഈ രണ്ട് പ്രോഗ്രാം ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. ഇവിടെ നമുക്ക് കുറച്ച് അധികം ലൈൻസ് വേണ്ടി വന്നു. എന്നാൽ ഇവിടെ 2 ലൈൻസേ ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ സെയിം റിസൾട്ട് കിട്ടി, പക്ഷേ 2 ലൈൻസേ വേണ്ടി വന്നുള്ളൂ. നമ്മളിവിടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുമ്പം കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് 1 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, തുടക്കത്തിൽ തന്നെ അത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മളിവിടെ പ്രത്യേകമായി ചെയ്യില്ല, ഒറ്റ ലൈനിൽ തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഡയറക്റ്റ് പ്രിന്റ് കൗണ്ട് എന്ന് മാത്രം കൊടുത്തു. ഇവിടെ നമ്മൾ ഓരോ വാല്യൂ കൂടി വരാൻ വേണ്ടിയിട്ട് പുതിയൊരു സാധനം ഇവിടെ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, ചിലർക്ക് കൺഫ്യൂഷൻ ആയിട്ടാവും. ഈ ഒരു ലൈനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ കൊടുത്തിട്ടുമില്ല. ഫോർ ലൂപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെ കണ്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൊടുത്തത്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് വൈലും ഫോറും ഇവിടെ നോക്കുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ 4 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കീവേഡ് കൊടുക്കണം. അതിനുശേഷം കൗണ്ട് എന്ന് പറയുന്നത് ലൂപ്പ് വേരിയബിൾ ആണ്. നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഐ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കൗണ്ട് എന്ന് കൊടുക്കാം. ഇവിടെ കൗണ്ട് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് വെറും ഐ എന്ന് കൊടുത്തു വിചാരിക്കുക. ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്തും ഐ എന്ന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അവിടെ കൗണ്ട് എന്ന് കൊടുത്തത് കൊണ്ട് വേറെ എന്തോ വന്നു എന്നൊന്നും വിചാരിക്കേണ്ട, നമുക്കൊരു വേരിയബിൾ ആണ് അത് കൊടുക്കാൻ പറ്റുന്നത്. 4 കൗണ്ട് എന്ന് കൊടുത്തു. ഇനി റേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. റേഞ്ച് എന്ന് പറയുന്നതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് റേഞ്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഞാൻ 10 ആണ് കൊടുക്കുന്നത് വിചാരിക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റോപ്പ് വാല്യൂ ആണ്, സ്റ്റോപ്പ് ചെയ്യിക്കേണ്ട വാല്യൂ ആണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ 0 മുതൽ തുടങ്ങിയിട്ട് 9 വരെ, ആ 10 അല്ല വരിക, 10ന് തൊട്ട് മുമ്പിലുള്ള 9 വരെയാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. റേഞ്ചിനകത്ത് 1,10 എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം ആദ്യത്തേത് സ്റ്റാർട്ടും അവസാനത്തേത് സ്റ്റോപ്പും ആണ്. 1ന് തുടങ്ങിയിട്ട് 9 വരെ പ്രിന്റ് ചെയ്യും. 1, 2, 3 അങ്ങനെ 10 ആണ് നമ്മൾ സ്റ്റോപ്പായിട്ട് കൊടുത്തത്. അപ്പോൾ 10 വരില്ല, അതിന് തൊട്ട് മുമ്പിലുള്ള സംഖ്യ 9 വരെ അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി ഞാൻ വേറെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി പോവാണ്. 1,20,2. അതായത് ആദ്യം കൊടുത്തത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്, രണ്ടാമത് കൊടുത്തത് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള വാല്യൂ ആണ്, മൂന്നാമത് കൊടുത്തതിനെയാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് 1ൽ തുടങ്ങിയിട്ട് 2 വീതം സ്റ്റെപ്പ്, 2 വീതമാണ് അവിടെ വരുന്ന ഇന്റർവെൽ. 1 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 3 ആയിരിക്കും, 3 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 5 ആയിരിക്കും, പിന്നീട് വരുന്നത് 7 ആയിരിക്കും. അങ്ങനെ നമ്മൾ 20 ആണല്ലോ കൊടുത്തത്, 20 വരില്ല, അതിന് തൊട്ട് മുമ്പിൽ ഏതാണോ കിട്ടുന്നത് അത് വരെ, അതായത് 19 വരെയാണ് കിട്ടുക. അതായത് ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് ആണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഈ 3 പോയിന്റ് ആയിട്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. റേഞ്ചിൽ നമ്മൾ കൊടുത്തത് 1 ആണല്ലേ, അതായത് സ്റ്റാർട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇതാ ഇവിടെ ഔട്ട്പുട്ടിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1ലാണ്. അതിനുശേഷം എൻഡ് ചെയ്യേണ്ട വാല്യൂ 101 ആണ് നമ്മൾ കൊടുത്തത്. ഇത് നമുക്കറിയാം, സ്റ്റോപ്പ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിൻ്റെ തൊട്ട് മുന്നിൽ വരെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 101 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓരോന്നോരോന്നാണ് കൂടി വരുന്നത്. അപ്പോൾ ലാസ്റ്റ് 100 ആണ് നമുക്ക് കിട്ടുക, സ്റ്റോപ്പ് വാല്യൂവിൻ്റെ തൊട്ട് മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് റേഞ്ചിൽ നമ്മൾ 101 എന്ന് കൊടുത്തത്. അതിനുശേഷം എന്ത് പറഞ്ഞു, പ്രിന്റ് കൗണ്ടിലുള്ള വാല്യൂ എത്രയാണോ അത് പ്രിന്റ് ചെയ്യുക. അപ്പോൾ 1 മുതൽ ഈ കൗണ്ടിലുള്ള വാല്യൂ 1 ആദ്യം പ്രിന്റായി, പിന്നെ 2 പ്രിന്റായി, ഇത് ഫോർ ലൂപ്പാണ്, 3, 4, 5, 6 അങ്ങനെ എൻഡ് വാല്യൂ 101 ആണ്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് 100 വരെ, കൗണ്ട് 100 ആവുന്നത് വരെ അത് പ്രിന്റായി ഇങ്ങനെ വന്നു.
നമ്മൾ ചിത്രങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട് ഇങ്ക്സ്കേപ്പ്, ചിലപ്പോൾ നിങ്ങൾ ജിംബ്, ക്രിറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇങ്ക്സ്കേപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ ചിത്രങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പൈത്തൺ എന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചിത്രങ്ങൾ വരക്കാൻ പറ്റും. ജാമിതീയ രൂപങ്ങൾ, ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. വീണ്ടും നമ്മൾ ഐഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐഡിൽ എന്ന് സെർച്ച് ചെയ്യാം, നമ്മുടെ ഐഡിൽ കിട്ടും. ഇവിടെയല്ല നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കണം. അപ്പോൾ കിട്ടുന്ന എഡിറ്റർ വിൻഡോ കൊണ്ട് ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ ഫ്രം എന്ന് കൊടുത്തു. നമ്മൾ ഇതുവരെ കാണാത്തൊരു കീവേഡാണ്, പറഞ്ഞുതരാം. ഫ്രം എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു പുതിയൊരാളുണ്ട്, ടേർട്ടിൽ. ഓക്കെ, എന്നിട്ട് ഇമ്പോർട്ട് ഫോർവേഡ് എന്ന് കൊടുക്കുക. ഇത്രയും കൊടുക്കുക. എന്നിട്ടൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. കോളനും കാര്യങ്ങളൊന്നും വേണ്ട, ഇത്ര മാത്രം കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫോർവേഡ് ബ്രാക്കറ്റിൽ 100 ഇത്രയും കൊടുക്കുന്നു. കൺഫ്യൂഷൻസ് വേണ്ട, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സേവ് ചെയ്യാണ്. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ ഫോൾഡറിലേക്ക് വരിക. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെ പൈത്തൺ എന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരിക. ഇവിടെ കണ്ടില്ലേ കുറേ ഫയൽ നമ്മൾ സേവ് ചെയ്തു. അതുകൊണ്ടാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, പഠിക്കുമ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ ഒക്കെ. ഓക്കെ, ഫയൽ നെയിം എന്ത് കൊടുക്കുക, ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കും. ഞാനിവിടെ ലൈൻ എന്ന് കൊടുക്കുന്നു, .py. ഓക്കെ, ലൈൻ എന്ന് കൊടുത്തു, .py. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ശേഷം ചെറിയൊരു കാര്യം ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇതുവരെ കാണാത്ത പുതിയൊരു വിൻഡോ ഇവിടെ വന്നു അല്ലേ. പൈത്തൺ ടേർട്ടിൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വിൻഡോ നമുക്കിവിടെ കിട്ടി. അവിടെ ഒരു ലൈനും നമുക്ക് കിട്ടി. ഓക്കെ, അവിടെ ഒരു ലൈന് കിട്ടി. 100 യൂണിറ്റ് നീളമുള്ള ഒരു ലൈനാണ് ഇവിടെ കിട്ടിയത്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ ഫ്രം ടേർട്ടിൽ എന്ന് കൊടുത്തു. ഈ ടേർട്ടിൽ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളാണ്. ഇവിടെ ടേർട്ടിൽ എന്ന് പറയുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതൊരു പൈത്തൺ ഫയലാണ്. ആ പൈത്തൺ ഫയലിൽ ഓൾറെഡി കുറച്ച് ഫംഗ്ഷൻസും വേരിയബിൾസും ക്ലാസ്സും ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലെ ക്ലാസ് അല്ല, നമുക്ക് പ്രോഗ്രാമിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന നിങ്ങൾ ക്ലാസ് എന്നൊക്കെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ആ പൈത്തൺ ഫയലിൽ ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഓൾറെഡി ഉള്ള ഇത്തരത്തിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു മൊഡ്യൂളാണ് ടേർട്ടിൽ. ആ ടേർട്ടിലിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ടേർട്ടിൽ എന്ന മൊഡ്യൂൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രാഫിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിനകത്ത് ഒരുപാട് ഫംഗ്ഷൻസും ക്ലാസും വേരിയബിൾസും ഒക്കെ ഉണ്ട്. അത്തരത്തിൽ ടേർട്ടിൽ എന്ന മൊഡ്യൂളിലുള്ള ഒരു ഫംഗ്ഷനാണ് ഫോർവേഡ്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിൽ ഫോർവേഡ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഫോർവേഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ലൈനാണ് കിട്ടുന്നത്. 100 ആണ് കൊടുക്കുന്നതെങ്കിൽ 100 യൂണിറ്റ് നീളമുള്ള ഒരു ലൈൻ കിട്ടും. അപ്പോൾ ആ ഒരു ഫോർവേഡ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ഫോർവേഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ടേർട്ടിൽ എന്ന മൊഡ്യൂളിനകത്തുള്ള ഫോർവേഡ് എന്ന ഫംഗ്ഷൻ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ഫോർവേഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 യൂണിറ്റ് നീളമുള്ളൊരു വര കിട്ടും. അത്രയേ ഇവിടെ മീൻ ചെയ്യുന്നുള്ളൂ. ഈ ടേർട്ടിൽ എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഗ്രാഫിക്സ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ് ടേർട്ടിൽ എന്ന മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ടേർട്ടിൽ മാത്രമല്ല, കുറച്ച് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് മൊഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ OS എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറേ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OS എന്ന മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ മാത്ത് എന്ന് പറഞ്ഞില്ല, ഗണിത ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്ത് എന്ന മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. അതിൽ സ്ക്വയർ, സൈന്, കോസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ട്. സമയം, തീയതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഡേറ്റ് ടൈം എന്ന മൊഡ്യൂളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുന്നു. ന്യൂ ഫയൽ. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാണ്. ബാക്കിയൊക്കെ ക്ലോസ് ചെയ്തു. ഇവിടെ ഞാൻ വീണ്ടും പുതിയ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാണ്. ഫ്രം എന്ന് കൊടുത്തു, TURTLE, ടേർട്ടിൽ എന്ന് കൊടുത്തു. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് എന്നിട്ട് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. സ്റ്റാർ. ഇവിടെ നമ്മൾ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ നമ്മുടെ പ്രോഗ്രാമിൽ ചിലപ്പോൾ ഫോർവേഡ് മാത്രമായിരിക്കില്ല, വേറെയും ഫംഗ്ഷൻസും ക്ലാസ്സൊക്കെ വേണ്ടി വരും. അതിനൊക്കെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നിക്കൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കൊമേറ്റ് കൊടുക്കാം. അതിലും നല്ലത് ആവശ്യമായിട്ടുള്ള എല്ലാത്തിനെയും നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആസ്റ്ററിക്സ് അഥവാ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി.
അന്നേരം ടേർട്ടിൽ മൊഡ്യൂളിലുള്ള എല്ലാ ഫംഗ്ഷനെയും ക്ലാസ്സിനും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. തൊട്ട് താഴെ ഫോർ ഐ ഇൻ റേഞ്ച് 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഒരു കോളൻ ഇട്ട് കൊടുക്കുക. ഫോർ ലൂപ്പാണ്, അപ്പോൾ അവിടെ കോളൻ നിർബന്ധമാണ്. വൈൽ ലൂപ്പ് ആയാലും ഫോർ ലൂപ്പ് ആയാലും അതേപോലെ ഈഫ് എൽസ് ഒക്കെ കൊടുക്കുമ്പോൾ കോളൻ നിർബന്ധമാണ്. അതിൻ്റെ തൊട്ട് താഴെ ആ ഫോറിൻ്റെ ആ ബ്ലോക്കിൽ ഫോർവേഡ് 100, അതിൻ്റെ തൊട്ട് താഴെ റൈറ്റ് 90, ഇത്രയും കൊടുത്തു. ഓക്കെ, നമുക്കിതിനെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോൾഡറിൽ തന്നെ നമ്മൾ സേവ് ചെയ്യാണ്. ഞാനിവിടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി ഒന്ന് റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ. അപ്പോൾ എന്താ ഇവിടെ വന്നേ? ഒരു സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? സമചതുരമാണ് വന്നിരിക്കുന്നത്. പ്രോഗ്രാമിലേക്ക്, നമ്മുടെ സോഴ്സ് കോഡിലേക്ക് വരാം. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, അതിൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോർ ഐ ഇൻ റേഞ്ച് 4, നമുക്കറിയാം 4 എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. ഓക്കെ, ആവർത്തന നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, റിപ്പീറ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് കൊടുക്കുന്നത്. ഇവിടെ ഫോർവേഡ് 100 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരൊറ്റ ലൈന് വരും. ഓക്കെ, 100 യൂണിറ്റ് നീളമുള്ള ഒറ്റ ലൈന് വരും. റൈറ്റ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇതിനെയാണ് നമ്മൾ ടേർട്ടിൽ എന്ന് പറയുന്നത്. ഈ ചങ്ങായി റൈറ്റ് സൈഡിലേക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് നിൽക്കാൻ, 90 ഡിഗ്രി ടേൺ ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഈ റൈറ്റ് 90 എന്ന് കൊടുത്തത്. അത് ക്ലിയർ ആവാൻ വേണ്ടി ഞാനിത് ഒന്നുകൂടി തന്നെ ഇത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിത് ചെയ്യണമെന്നില്ല. ഓക്കെ, അത് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടി ഇതൊന്ന് തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അതായത് ഫോർവേഡ് നേരെ വന്നു, റൈറ്റ് 90 എന്ന് കൊടുത്തപ്പോൾ ടേൺ ചെയ്ത് നിന്നു. ഈ ഒരു സെയിം കാര്യം, ഈ 2 ലൈനെ നമ്മൾ 4 തവണ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് സമചതുരം കിട്ടും, അല്ലേ? അതാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരെ വന്നു, റൈറ്റിലേക്ക് ടേൺ ചെയ്തു. അതേപോലെ ഒന്നുകൂടി നേരെ വരുന്നു, റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ഒന്നുകൂടി വരുന്നു, റൈറ്റ്. ഒന്നുകൂടി വന്നു, റൈറ്റ്. അങ്ങനെ 4 തവണ നമുക്കിത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പിൽ എടുത്തിട്ടാൽ മതി, അല്ലേ? ഫോർ ലൂപ്പിൽ എടുത്തിട്ടു കൃത്യമായുള്ള ഇൻഡൻറ്റേഷൻ കൊടുക്കണം. ഫോർ ലൂപ്പിലാണ് അത് വരുന്നത്, അപ്പോൾ ഇൻഡൻറ്റേഷൻ കൊടുക്കുക. ഫോർ ഐ ഇൻ റേഞ്ച്, എത്ര തവണ ഇത് റിപ്പീറ്റ് ആയിട്ട് വരണം എന്നുള്ളത് നമ്മൾ റേഞ്ചിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. 4 തവണ, അതുകൊണ്ട് 4 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മളിത് റണ്ണ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി മാറ്റം ഇതിലേക്ക് വരുത്താം. ഞാനിവിടെ പുതിയൊരു കമാൻഡ് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കളർ COLOR. ശ്രദ്ധിക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള കളറിൻ്റെ സ്പെല്ലിങ് COLOUR ആണ്. ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇപ്പോൾ പൈത്തണിലൊക്കെ നമ്മൾ കളറിൻ്റെ സ്പെല്ലിംഗ് കൊടുക്കാൻ COLOR ആണ് യൂസ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിൽ റെഡ് എന്ന്, ഡബിൾ ക്വാഡ്സിൽ റെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു പ്രോഗ്രാമിൽ ഒന്നുകൂടി ഞാൻ മാറ്റം വരുത്താണ്. റേഞ്ച് ഇവിടെ 8 ആക്കുന്നു, റൈറ്റ് 45 ആക്കുന്നു. 45 കുറച്ചധികം മാറ്റങ്ങൾ നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിതൊരു പുതിയ ഫയലായിട്ട് സേവ് ചെയ്യാം. ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫയലുണ്ട്, ആ ഫയലിലാണ് മാറ്റം വരുത്തിയത്. അതുകൊണ്ട് ഞാൻ ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നു. നിങ്ങൾ പുതിയതായിട്ട് എടുത്തിട്ടാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ ജസ്റ്റ് ഫയൽ സേവ് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഫയൽ സേവ് ആസ് കൊടുക്കുന്നു. പുതിയൊരു പേരിൽ ഞാനിപ്പോൾ തൽക്കാലം മനസ്സിലാവാൻ വേണ്ടി ഇവിടെ TURTLE turtle2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇഷ്ടമുള്ളൊരു പേര് കൊടുത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. turtle2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, സേവ് കൊടുക്കുക. ഇനി നമുക്ക് റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കാം. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കണ്ടില്ലേ, 1 2 3 4 5 6 7 8. കാരണം നമ്മളിവിടെ റേഞ്ച് വാല്യൂ 8 കൊടുത്തത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് 45 ഇത് നേരെ വന്ന് 45 ഡിഗ്രി ഇങ്ങോട്ടേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെയുള്ള അളവാണ്. ഇവിടെ 45 ഡിഗ്രി ഇങ്ങോട്ടേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ നേരെ വന്ന് 45 ഡിഗ്രി തിരിഞ്ഞ് നിൽക്കണം. അത് എത്ര തവണ എക്സിക്യൂട്ട് ആവണം? 8 തവണ. അപ്പോൾ 8 തവണ കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ, ഈ ലൈൻസിൻ്റെ കളർ, വരയ്ക്കുന്ന ആ വരയുടെ കളർ ഏത് വേണം എന്നുള്ളതാണ് കളർ എന്ന ഈ ഒരു കമാൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ബ്ലൂ കൊടുത്താൽ ബ്ലൂ വരും, റെഡ് കൊടുത്താൽ റെഡ് വരും, ബ്ലാക്ക് കൊടുത്താൽ ബ്ലാക്ക് വരും. ഇനി വേറെ ഒന്ന് പഠിക്കാം. ഞാനിത് മുഴുവനായിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കളയുന്നു. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, അത് അവിടെ വേണം. ഇനി നമുക്ക് സർക്കിൾ, CIRCLE, സർക്കിൾ എന്ന് പറയുന്ന ഒരു പുതിയ സാധനമാണ് 100. ഓക്കെ, 100 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് റൺ ചെയ്യാം. ഇങ്ങനെ സർക്കിൾ പോലുള്ള കമാൻഡ് കൊടുക്കാൻ നിർബന്ധമായിട്ട് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ കൊടുത്തിരിക്കണം. കാരണം ടേർട്ടിൽ എന്ന മൊഡ്യൂളിലുള്ള
ഫംഗ്ഷനാണ് സർക്കിൾ. അപ്പോൾ ഈ ടേർട്ടിലൊന്നും കൊടുക്കാതെ നിങ്ങൾ ഡയറക്റ്റ് സർക്കിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. പുതിയൊരു ഫയലായിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഫയലിൽ സേവ് ആസ് കൊടുക്കുന്നു. ഓക്കെ, സേവ് ആസ് കൊടുക്കുന്നു. പുതിയൊരു പേര് കൊടുക്കാം. ഞാനിവിടെ circle.py എന്ന പേര് കൊടുത്തു. ഓക്കെ, സേവ് കൊടുക്കുന്നു. റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ. ഇവിടെ കിട്ടിയിരിക്കുന്നത് 100 യൂണിറ്റ് ആരമുള്ള അഥവാ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്, ഒരു വൃത്താണ്. ഇവിടെ നമ്മൾ സർക്കിൾ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100 യൂണിറ്റ് ആരമുള്ള അഥവാ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ വേരിയബിളിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കറന്റ് ഇയർ ഈക്വൽ ടു 2025 എന്നാണ് നമ്മൾ കൊടുത്തത്. അതായത് കറന്റ് ഇയർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. എന്നാൽ ചില ആവശ്യങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് ഒന്നിലധികം വാല്യൂസ് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. അതായത് കളേഴ്സ് ഈക്വൽ ടു റെഡ് എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുത്തു. കളേഴ്സ് എന്ന വേരിയബിളിലേക്ക് റെഡ് എന്ന കളർ മാത്രമേ എനിക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെ കുറേ കളേഴ്സ് എനിക്ക് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതായത് ലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേരിയബിളിലേക്ക് ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലിസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പേര് കൊടുക്കണം, ഈക്വൽ ടു ഇടണം, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ആവശ്യമായുള്ള വാല്യൂസ് കൊമയിട്ട് കൊടുത്താൽ മതി. ഞാൻ പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുന്നു. ഓക്കെ, ബാക്കിയൊക്കെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. ഞാനിവിടെ പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. COLORS. ഓക്കെ, COLOURS എന്ന് കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഇത് നമ്മളായിട്ട് കൊടുക്കുന്ന പേരാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. കളേഴ്സ് എന്ന് കൊടുത്തു. ലിസ്റ്റാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു ആദ്യം തന്നെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ക്വാഡ്സിൻ്റെ അകത്തായിട്ട് ആവശ്യമുള്ള കളർ റെഡ്, കോമ, വീണ്ടും ഡബിൾ ക്വാഡ്സിനകത്തായിട്ട് യെല്ലോ, ഇങ്ങനെ ആവശ്യമുള്ള കളറുകളൊക്കെ കൊമയിട്ട് കൊടുക്കുന്നു. ഇത്രയും കളർ റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, വയലറ്റ് ഇത്രയും കളേഴ്സ് ഞാൻ കൊമയിട്ട് കൊടുത്തു. ഇതൊരു ലിസ്റ്റാണ്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഞാനൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. 4 എന്ന് കൊടുത്തു. എന്നിട്ട് ലൂപ്പ് വേരിയബിൾ എന്തെങ്കിലും I എന്നോ ഞാനിപ്പോൾ CLR എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൻ്റെ പേര് എന്താണോ അത് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, COLOR കളേഴ്സ്, എന്നിട്ട് കോളൻ ഇടുക. ശ്രദ്ധിക്കുക, ഫോർ ലൂപ്പിൽ ഇട്ടിട്ട് നമ്മൾ ഈ ലിസ്റ്റിലുള്ള എല്ലാ എലമെൻസിനെയും കാണാൻ വേണ്ടിയിട്ട് പോവാണ്, പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഫോർ CLR ഇൻ കളേഴ്സ് എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ തൊട്ട് താഴെ കൃത്യമായി ഇൻഡൻറ്റേഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പ്രിന്റ് CLR എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ലിസ്റ്റ് എന്ന് പേര് കൊടുക്കുന്നു. ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോളൂ. .py എന്ന എക്സ്റ്റൻഷൻ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. സേവ് കൊടുക്കും. റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ കണ്ടില്ലേ, അതായത് നമ്മൾ ആ ലിസ്റ്റിനെ ആക്സസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറേ വാല്യൂസ് ലിസ്റ്റായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിലുള്ള ഓരോ വാല്യൂസിനെയും നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു എന്ന് മാത്രം. അത്രയും ഇവിടെ നമ്മൾ സൂചിപ്പിച്ചുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ആ ലിസ്റ്റ് എന്താണ് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇതേ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടി പോവാണ്. നമുക്കറിയാം ടേർട്ടിൽ ഗ്രാഫിക്സ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടേർട്ടിൽ എന്ന മൊഡ്യൂൾ വേണം. ഫ്രം TURTLE ഇമ്പോർട്ട് സ്റ്റാർ കൊടുക്കുക, ആസ്റ്ററിക്സ്. ടേർട്ടിലിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് അടുത്ത ലൈനിൽ കളേഴ്സ് എന്ന ഒരു പേരിൽ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, കളേഴ്സ് എന്നൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ കുറച്ച് കളേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ റേഡിയസ് എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു 20. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നോ പ്രോബ്ലം. മനസ്സിലാക്കാൻ റേഡിയസ് എന്ന് തന്നെ കൊടുക്കുന്നതാണ്. നമ്മൾ മാക്സിമം വേരിയബിൾ കൊടുക്കുക നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. ഓക്കെ, അല്ലാണ്ട് കാക്ക പൂച്ച എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാവുന്ന രീതിയിൽ പേര് കൊടുക്കണം. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഫോർ CLR, അത് CLR തന്നെ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഷോർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ C എന്ന് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലവിടെ മാറ്റം വരുത്തിയതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും അവിടെ വരാൻ പോകുന്നില്ല. അത് അതേപോലെ തന്നെ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. കളേഴ്സ് എന്നതിൽ മാറ്റം വരുത്തില്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കാരണം നമ്മളിവിടെ ഈ ലിസ്റ്റിനെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ലിസ്റ്റ് അതേപോലെ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി പ്രിന്റ് ചെയ്യുന്നതിന് പകരം, പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഈ സാധനങ്ങളൊക്കെ എഴുതി കാണിക്കുകയാണ് ചെയ്യുക. പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ കളർ എന്നൊരു കമാൻഡ് കൊടുക്കുന്നു. ഇവിടെ ബ്രാക്കറ്റിൽ C കൊടുക്കുന്നു.
സി മീൻസ് ഇവിടെ കൊടുത്ത സി ആണ്. ഇവിടെ CLR എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടെ CLR എന്ന് കൊടുക്കുക. കാരണം കളേഴ്സ് എന്ന ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കളറ് ഇവിടെയുള്ള ഈ ഒരു സി അതേപോലെ ഞാൻ ഇവിടെ കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെ സർക്കിൾ എന്ന് കൊടുത്തു. ബ്രാക്കറ്റിൽ ഇവിടെ നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് 20 കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 20 റേഡിയസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ റേഡിയസ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ റേഡിയസ് ഈക്വൽ ടു റേഡിയസ് പ്ലസ് 10 എന്ന് കൊടുക്കുന്നു. നമ്മൾ ഇതേപോലെ ഒരു സാധനം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അതെ അല്ലേ, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. നമ്മൾ കൗണ്ട് കൂട്ടി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിരുന്നു. ഏകദേശം അതേ സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യമേ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് 20 നമ്മളിവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫോർ ലൂപ്പ് നമ്മളിങ്ങനെ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് റേഡിയസിൻ്റെ വാല്യൂ ഓരോ തവണയും 10 വീതം കൂടി വരണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് എന്തായാലും ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫയലിൽ സേവ് കൊടുക്കുക. നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തൊരു ഫയലാണിത്. അതുകൊണ്ട് ഞാനിവിടെ സേവ് ആസ് കൊടുക്കും. സർക്കിൾസ് എന്നൊരു പേര് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോളൂ. സർക്കിൾസ് എന്ന് കൊടുത്തു സേവ് കൊടുക്കുക. ഇനി നമുക്ക് റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. വേറെ കളറിലുള്ള സർക്കിൾസ് നമുക്ക് കിട്ടി. ഓരോ സർക്കിളിനും വേറെ റേഡിയസ് ആണ്. അപ്പോൾ അതിലുള്ള ഓരോ കളറും, ആദ്യത്തെ റെഡ് ആണ് നമ്മുടെ സർക്കിള്, അടുത്തത് യെല്ലോ ആണ്, അടുത്തത് ബ്ലൂ ആണ്, പിന്നെ ഗ്രീൻ ആണ്, പിന്നെ ഓറഞ്ച് ആണ്, അവസാനം വയലറ്റ് ആണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ പൈത്തൺ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ടേർട്ടിൽ മൊഡ്യൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നല്ല രസമുള്ള ചിത്രങ്ങളും സർക്കിൾസും ജോമെട്രിക്കൽ ഷേപ്സും ഒക്കെ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ ഇത്ര സമയം പഠിച്ചിട്ടുള്ള പൈത്തൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ അത് ഗൈഡോ വാൻ റോസം എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരൊന്ന് എഴുതി വെച്ചോ, തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പൈത്തൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഈ പൈത്തൺ എളുപ്പമായതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AI, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു.